ഒരു ചെറിയ കഥ പറയാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥ പറയാം. അതെ, ഒരു സ്ഥലത്ത് ഒരു കഥയാണ്. ഒരു കുളക്കരയിൽ നമുക്കറിയാലോ, ഒരു കുളം എന്താണെന്ന് വെച്ചാൽ കുളക്കരയിൽ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ ഒരു പൊന്മാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സ്ഥലത്തൊരു കുളക്കരയിലെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഒരു പൊന്മാൻ വന്നിരുന്ന് വസിച്ചിരുന്നേ. അത് ഈ കുളത്തിലെ ചെറിയ മീനുകളെ കഴിച്ചിട്ടാണ് ആ പൊന്മാൻ ആ മരത്തിൽ പോയിരുന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ എന്നും ഈ പൊന്മാൻ ഈ കുളത്തിൽ നിന്നും മീനെടുത്ത് കഴിച്ച് ജീവിച്ചു പോന്നു. ഒരു ദിവസം പൊന്മാൻ വരുമ്പോൾ പൊന്മാൻ കുറേ നേരം കാത്തിരുന്നിട്ടും മീനുകളൊന്നും കിട്ടിയില്ല. പൊന്മാൻ കണ്ടില്ലേ? പൊന്മാനെ നീലച്ചാൽ നല്ല ഭംഗിയിൽ കണ്ടുണ്ടോ? പൊന്മാൻ കണ്ടുണ്ടോ? നല്ല ഭംഗിയുള്ള കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും. പൊന്മാൻ വന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് മീൻ കിട്ടാതെ പൊന്മാൻ വിശന്നിരിക്കുക. അപ്പോഴാണ് ഈ കുളത്തിന് മീനെ ചൂണ്ടയിടാൻ ഒരു പൂച്ച താഴെ വന്നിരുന്ന് കുറേ നമ്മൾ ഇതില്ലേ ഈ മണ്ണിര കൊണ്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കണേ ഇങ്ങനെ ഈ കുളക്കരയിൽ. അപ്പോൾ പൊന്മാൻ മേലെ ഇരുന്ന് ഇത് മീൻ കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ ഈ കുളക്കരയിൽ മണ്ണിര ഇട്ട് മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ്. പൊന്മാൻ എന്താ ചെയ്യണോ? പൊന്മാൻ വിശന്നിരിക്കുന്നത് താഴെ മണ്ണിര എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കിളികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണമാണ് മണ്ണിര അല്ലേ? ഒരു കുടുക്ക് നിറയെ മണ്ണിരായിട്ട് വന്നിക്കണം. പൊന്മാൻ ചോദിച്ചു, ഒരു മണ്ണിര എനിക്ക് തരോ? പൂച്ചോട് ചോദിക്കാം, ഒരു മണ്ണിര എനിക്ക് തരോ? അപ്പോൾ പൂച്ച പറഞ്ഞ്, ഞാൻ നിനക്ക് മണ്ണിര തന്നിട്ട് എന്താ കാര്യം? എനിക്കെന്താ മെച്ചം? ഇത്ര നല്ല മണ്ണിര ഞാൻ തന്നാൽ എനിക്കെന്താ മെച്ചം? അപ്പോൾ പൊന്മാൻ പറഞ്ഞ്, ഞാൻ എന്താ ചെയ്യോ? പകരം എന്താ തരണ്ടേ? പൂച്ച പറഞ്ഞ്, നിന്റെ ഭംഗിയുള്ള ഒരു തൂവൽ എനിക്ക് തരോ? ഞാൻ നിനക്കൊരു മണ്ണിര തരാം. എന്താ ചോദിച്ചേ? എന്താ പറഞ്ഞേ? പൂച്ച എന്താ പറഞ്ഞേ? നിന്റെ ഭംഗിയുള്ള ഒരു തൂവൽ പൊഴിച്ചു തന്നാൽ നിനക്ക് ഒരു മണ്ണിര തരാം. മണ്ണിര കണ്ട് പൊന്മാനാണെങ്കിൽ വായിൽ വെള്ളം മുറിയിട്ട് എങ്ങനെയെങ്കിലും ഒരു മണ്ണിരയ്ക്ക് വേണ്ടി കാത്തുക. വിശന്നിട്ടും വയ്യ. അങ്ങനെ ഈ പൊന്മാൻ ഒരു തൂവൽ പൊഴിച്ചു കൊടുത്ത് ഒരു മണ്ണിര വാങ്ങി കഴിച്ചു. മണ്ണിര കഴിച്ചപ്പോൾ എന്തൊരു ഇതാണ്. അപ്പം കൊതിയായി. പൊന്മാൻ വീണ്ടും കൊതിയായി. പൊന്മാൻ വീണ്ടും പറഞ്ഞേ, എനിക്കും ഒരു മണ്ണിര കൂടി തരാമെന്ന് ചോദിച്ചു. തരാ എന്ന് പറഞ്ഞു. വീണ്ടും ഒരു തൂവൽ പൊഴിച്ച് ഒരു മണ്ണിര വാങ്ങി തിന്നു. എന്നിട്ടും പൊന്മാന് ഈ മണ്ണിരയുടെ രുചി കണ്ട് വീണ്ടും എന്ത് ചെയ്തു? തൂവൽ പൊഴിച്ചു കൊടുത്തു അല്ലേ? തൂവൽ പൊഴിച്ചാൽ എന്താ ചെയ്യുമോ? എന്ന് സംഭവിക്കുമോ? ഇത്ര ഭംഗിയുള്ള പൊന്മാൻ ഈ കിളികളെ പറക്കുമോ? തൂവൽ ഉപയോഗിച്ചാണ് പറക്കോ അല്ലേ? തൂവൽ പൊഴിച്ചു കൊടുത്താൽ എന്താ ചെയ്യുമോ? ഓരോ തൂവലും ഊരിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുമോ? പൊന്മാൻ പിന്നെ എന്ത് ചെയ്യും? പറക്കൂല. പൂച്ച എന്താ ഉദ്ദേശം വയ്ക്കുന്നത്? അങ്ങനെ ഓരോ മണ്ണിര വാങ്ങി പൊന്മാൻ തൻ്റെ ഓരോ തൂവലും പൊഴിച്ചു കൊടുത്തു. ഈ മണ്ണിര കഴിക്കാനുള്ള കൊതി കൊണ്ട് താൻ എന്താ ചെയ്യുന്ന അറിയാതെ ഓരോ തൂവലും ഒഴിച്ചു കൊടുത്തു. അവസാനം എന്തുണ്ടായി? എല്ലാ തൂവലും പൊഴിച്ച് എന്ത് സംഭവിക്കും? പറന്നാൽ എന്ത് പറ്റും? എവിടേക്ക് വീഴും? പൊന്മാൻ എല്ലാ തൂവലും പൊഴിച്ചു കൊടുത്ത അവസാനം താഴെ ആരെയിരിക്കുന്നത്? അപ്പം നമ്മൾ എന്താണ് ഈ കഥ പറഞ്ഞറിയോ? നമ്മളെ ആകർഷിക്കാൻ പല ആളുകളും പലതും കൊണ്ടുവരും. അവർ പറഞ്ഞു കേട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഈ പൊന്മാൻ എന്തായി? ഇത്ര ഭംഗിയുള്ള പൊന്മാൻ പറക്കാൻ നോക്കിയപ്പോൾ തൻ്റെ തൂവലെല്ലാം നഷ്ടപ്പെട്ട് പറന്നു കഴിഞ്ഞാൽ പൂച്ചയുടെ വായിൽ പോകും അല്ലേ? യെസ്. അപ്പം നമ്മളാരും തന്നെ പൊന്മാനാവരുത്. മനസ്സിലായ കേട്ടാ? നമ്മളടുത്ത് പല ആളുകളും നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ആരും തന്നെ പൊന്മാൻ്റെ ഇതിലേക്ക് വരരുത്. ഓക്കെ. അപ്പോൾ ഇത്ര നേരം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഇവിടെ പന്ത് കളിക്കാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നടക്കും. എനിക്കിന്നിവിടെ അവസരം തന്ന പുത്തഞ്ചിറ പള്ളി പടിഞ്ഞാറപ്പള്ളി മഹൽ കമ്മിറ്റിക്കും ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ഷാജു
എൻ്റെ പ്രിയപ്പെട്ട ഷാജുവാണ്. ഞങ്ങളൊരു 30 വർഷത്തെ ബാക്ക് പരിചയമുണ്ട്. പന്തുകളി, പഞ്ചായത്ത് മേള. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഈ പള്ളി കമ്മിറ്റിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇത്തരം ഒരു സംരംഭത്തിന് നിങ്ങൾ ഇടവരുത്തിയ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.